ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ചിക്കൻ കബ്സയുടെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഈ ഒരു ചിക്കൻ കബ്സ ഉണ്ടാക്കണമെങ്കിൽ കബ്സ സ്പൈസ് മിക്സ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 3 സ്റ്റിക്ക് പട്ട, 8 ഗ്രാമ്പു, 10 ഏലക്ക, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് പിന്നെ പൊടികളായിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ചെറുതായി ഒന്ന് ചൂടാറി വരുമ്പോൾ നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ സ്പൈസ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 2 ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത് ആദ്യം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് നടുകേറിയത്, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. അപ്പോൾ അത് ഞാൻ നോർമലി കടയിൽ നിന്ന് വാങ്ങുന്നത് ആഡ് ചെയ്യാണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ആഡ് ചെയ്തത്. അപ്പോഴാണ് നല്ലൊരു ഫ്ലേവറൊക്കെ വരാം. പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും, പിന്നെ 2 ചെറിയ തക്കാളി പേസ്റ്റ് ആക്കിയതും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ തക്കാളിയുടെ ആ ഒരു പച്ചമണം കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു കബ്സ മസാല, പിന്നെ 2 മാഗി ക്യൂബ് പൊടിച്ചിട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യുന്ന പൗഡേഴ്സ് കേട്ടോ. ഇനി ഇതിനെയും കൂടി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അത്യാവശ്യം വലിയ പീസസ് ആയിട്ട് തന്നെയാണ് ചിക്കൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു ഫുൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, ബ്രസ്റ്റ് പീസ് മാറ്റി വെച്ചിട്ട് ബാക്കി പീസസ് ആണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 കപ്പ് സെല്ല ബസ്മതി റൈസാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് ഡ്രൈ ലെമണും പിന്നെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാട്ടെ. ഏകദേശം ഒരു 15-20 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ തന്നെ നമ്മളുടെ ചിക്കനൊക്കെ കുക്കായി വരും. എന്നിട്ട് നമ്മൾ ഈ കുക്കായിട്ടുള്ള ചിക്കനെ ഈ വെള്ളത്തിൽ നിന്ന് മാറ്റാട്ടോ. ഇനി ഇതിലാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതേ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ഈ ഒരു റൈസ് വെള്ളമൊന്നും കൂടാതെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കി നോക്കാം, വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അടച്ചു വെച്ചിട്ടുണ്ട് അത് കുക്കാവാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളൊരു പ്ലേറ്റിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1.5 ടീസ്പൂൺ കബ്സ മസാല, ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മസാല നമ്മൾ എന്തിനാണ് പ്രിപ്പയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുക്കായ ചിക്കൻ എടുത്തില്ലേ, അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു മസാല ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ ചിക്കനെ ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഇതിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കൂടും നമ്മൾ ഈ ഒരു മസാലയും കൂടിയും ഇതിന്മേൽ തേച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇതേ നമ്മൾ എല്ലാ ചിക്കൻ പീസസും 2 സൈഡിലും മസാല ഒക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഓയിലും പിന്നെ കുറച്ച് ബട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് അതിലാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബട്ടറും കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. ഉണ്ടെന്ന് വെച്ചെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, അത് കംപ്ലീറ്റ്ലി ഓപ്ഷനാണ്. അല്ലെങ്കിൽ ഓയിലിട്ടിട്ട് ഫ്രൈ ആക്കിയാലും മതി കേട്ടോ. അപ്പോൾ നല്ല ഫ്രൈ ആയിട്ട് ഇങ്ങനെ ഉറപ്പാവണമെന്നില്ല, ചെറിയൊരു രീതിയിൽ കളർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ അതിൽ നിന്നെടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതേ ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മളുടെ റൈസ് ഇവിടെ കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ്സ് ഒന്ന് ദം ചെയ്യാനായിട്ട് വെക്കാട്ടോ. അതും കൂടി കഴിഞ്ഞ് അതേ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ആക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ.